സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ അവരും ഈ അരജിക്കാരും സർക്കാർ തമ്മിലുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. സംസ്ഥ വളരെ ഗുരുതരമായ ആരോപണമാണ് അത്. അല്ല, അത് ഈ സമസ്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ജിഫ്രി തങ്ങൾ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം നൽകാൻ ബാധ്യസ്ഥരാണ്. ഞാനിത് സമസ്തൻ്റെ ആര് എവിടെ എങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ വഖഫ് ഭേദഗതി നിയമത്തിന് ആനുപാതികമായിട്ട് ഈ രാജ്യത്താദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു വഖഫ് ബോർഡാണ് കേരളത്തിലുള്ളത്. സംഘപരിവാർ മനസ്സിൽ കാണുമ്പോൾ മരത്തിൽ കണ്ട് പ്രവർത്തിച്ച ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവിടെ അതിനെ നീതിപൂർവമായിട്ട് അതിനൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളൊരു മെറിറ്റിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കണം. അങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നമ്മൾ ആരെയും സമ്മതിച്ചുകൂടാ. ഇതിൽ തെറ്റിദ്ധരിക്കുക ആളുകൾ ഇതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പഠിക്കാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാവാം പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വിശദീകരണങ്ങൾ. അല്ല, സുപ്രീം കോടതിയിൽ കേസ് വരട്ടെ. നമ്മൾ പിന്നെ നിലപാടുകളൊക്കെ അവിടെ പറയേണ്ടി വരികയാണെങ്കിൽ പറയേണ്ടി വരുമല്ലോ. അവിടെ സ്റ്റാൻഡിംഗ് കൗൺസിലൊക്കെ ഉണ്ടല്ലോ സംസ്ഥാന സർക്കാരിന്. അല്ല, ഞാൻ എവിടെയും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. കാരണം ഈ പിന്നെ നിങ്ങൾ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ആ പ്രദേശത്തുകാരായ ആളുകൾ 2 പേര് ഇതിൽ ഹർജിക്കാരാണ്. അങ്ങനെയാണ് 4 ഹർജി വരുന്നത്. അവരുടെ കണ്ടൻഷൻ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞു. അവർ ഈ 3 കണ്ടൻഷനേ ഉള്ളൂ അവർക്ക്. ഒന്ന്, അതിദരിദ്രർ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള സർവേ നടത്തണം. മറ്റൊന്ന്, ഈ പറഞ്ഞ ബോറ, ആഗാഖാൻ, ഷിയ, പിന്നെ മറ്റേ സർക്കാർ പ്രതിനിധി, ഇതിലൊക്കെയുള്ള ആളുകൾക്ക് അയോഗ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് മതിയായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ മുത്തവല്ലിയും സ്കോളറും ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കണ്ടൻഷനാണ് അവർ പറഞ്ഞത്. അതുൾപ്പെടെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ കേസ് ജയിക്കാനാണല്ലോ സർക്കാർ കോടതിയിൽ കേസ് നടത്തുന്നത്. ഈ മുഴുവൻ വിഷയങ്ങൾക്കും ഒരു അഭിസംബോധന ഉണ്ടാകാനുള്ള സമയം വേണം. നീതിപൂർവമായിട്ട് ആ വിഷയം പര്യവസാനിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. അത് ഹംസയുടെ വക്കീൽ സുപ്രീം കോടതിയിൽ ശരിവെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എതിരായിട്ട് വാദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ പ്രചരണം നടത്തുന്നത്. അതെങ്ങനെ രണ്ടെണ്ണം ഒരേ സമയത്ത് നടക്കും? ഒരു സ്ഥലത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനും ഒരു സ്ഥലത്ത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലുമാണ്. അവിടെ സുപ്രീം കോടതി പറയുന്നു സംസ്ഥാന സർക്കാർ ഞങ്ങൾക്കൊപ്പമാണ്, എതിരായിട്ട് വാദിച്ചിട്ടില്ല, സെക്ഷൻ 14 ഞങ്ങൾ അനുകൂലമാണ്, പോരാത്തതിന് ചിദംബരേഷുമാണ് വാദിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അവിടെ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുകയും ഇവിടെ ഇകഴ്ത്തിക്കാട്ടി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുകയും ചെയ്യുക എന്ന ഈ ഇരട്ടത്താപ്പ് ഇതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. രേഖാമൂലം സർക്കാരിനൊപ്പം, ഇവിടെ വാജ്യ സർക്കാരിനെതിരെ. ഇത് നടപ്പില്ല എന്ന് ഈ പത്രസമ്മേളനം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതൊക്കെ നടക്കും അതിന്റെ സമയമാകുമ്പോൾ. BJP ഉയർത്തിയ വാദങ്ങൾ ഒരു തരത്തിൽ സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്നാണ് ഇന്നലെ കാസർഗോഡ് വിഭാഗവും പറഞ്ഞത്. UDF പ്രഖ്യാപന നയത്തിൽ അത് എതിരാകുന്നു. അല്ല, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത് മുഴുവൻ. ഈ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ്. അവർ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പലതും ചോദിച്ചു, നിങ്ങൾ ജനറലായിട്ട് ചോദിച്ചു. ഇത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള അതിൻ്റെ ഒരു സുതാര്യതയും സത്യസന്ധതയും പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ഈ വാദത്തിലൂടെ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലൂടെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ BJPക്ക് ആനുപാതികമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിന്തിച്ച് നിയമം പ്രാബല്യത്തിലാക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണമായിട്ട് വരുന്നത്. അതിൽ ആരെങ്കിലുമൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുകൊടുത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഉറക്കത്തടിക്കുന്ന ആളുകളെ നമുക്ക് വിളിച്ചുകൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ മുസ്ലിം സമുദായ സംഘടനകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യവും വസ്തുതയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്.